എന്താ പറഞ്ഞ മിച്ചത്തെ മാവ് അത് കുത്തിയത് പറഞ്ഞു. ഹരിക്കയും വന്നെല്ലാം അടിച്ചു ഒഴിച്ചു പോയി. അത് പിന്നെ അതിന്റെ കുത്തിയെല്ലാം കണ്ട് കിളിച്ച് കായ്ക്കുന്നു പറഞ്ഞു. കുളിച്ച് ഇപ്പം 2 പ്രാവശ്യം കായ്ച്ചു. അത് കുറച്ച് മതിയല്ലോ നിങ്ങൾക്ക് തിന്നാനും മാത്രം. അതിലധികമൊക്കെ ഉണ്ട്. അത് പിള്ളേരും കൊടുക്കുമ്പോൾ അത് തരും. ആദ്യമേ കുറച്ചെല്ലാം ഉണങ്ങി വെച്ചായിരുന്നു. ഉണങ്ങി വെച്ചത് പിന്നെ ഞാൻ തന്നെ തിന്നു. പഴുത്തത് ഉണങ്ങിയോ? അതൊക്കെ ഉണങ്ങി അത് ഞെരടിയെടുത്ത് തിര ഉണങ്ങി വെച്ചിരുന്നേ പിന്നെ വേണ്ടിയല്ലേ. പൂളി അങ്ങ് വെയിലത്തോട്ട് വെക്കും. അതിങ്ങനെ വെക്കാനുള്ള വട്ടത്തിലൊരു സൂത്രം ഉണ്ട്. അതിനകത്ത് വെച്ചാൽ ഇലക്ട്രിക്കാണ്. അതിങ്ങനെ ചെറിയ ചൂടിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതിൻ്റെ വെള്ളമില്ല ഉണങ്ങിയപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്തു. അപ്പം എല്ലാത്തിലും അടുക്കി വെച്ചിട്ട് ചകയിലെ ഉപ്പിൻ്റെ മയമോ അമ്മയ്ക്ക് ഉപ്പിൻ്റെ മയം എന്തെങ്കിലും പരട്ടണം. എങ്കിലേ അത് പിന്നെ നമ്മൾ ഉണങ്ങിയത് തിന്നുമ്പം അതിന് എന്തെങ്കിലും ഒരു സ്വാദ് വേണ്ടേ. ഉപ്പിൻ്റെ മയമോ അല്ലെങ്കിൽ പഞ്ചാരയോ. അതിന് പിന്നെ മധുരം ചേർക്കണം. നല്ല മധുരമാണ്. അപ്പം പിന്നെ നീ തിന്ന് തീർത്തോ? ഉണങ്ങിയിരുന്നപ്പോൾ പറഞ്ഞാൽ ഇങ്ങോട്ട് 2 കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കൂടെ ഒന്ന് നോക്കാൻ. ഇനിയും മാങ്ങ ഏറെ ആകുമ്പോൾ 5-6 ഉണങ്ങി അങ്ങ് വെച്ചേക്കണം. ആരെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ 2 കൊടുത്തയക്കാം. ഓക്കെ. അല്ലാതെ കൊണ്ടുവന്ന വെയിറ്റാണ് പാലോ ഇത്രയുള്ള മുഴുത്ത വാങ്ങായിരിക്കും. നല്ല മാതളമാണ് വലിയ. അവര്